അൽഹംദുലില്ലാ. ഈ ഇമ്മാൻ്റെ എത്ര നാളത്തെ പൂതിയാണെന്നറിയോ നാളെ നേരി കാണാൻ പോണത്. ഒക്കത്തിന് പഠിച്ചവനോട് നന്ദി പറയാ. ആ മറ്റേത് ഞാൻ ഓളെ കല്യാണക്കാരും പറയുമ്പോഴും നിങ്ങൾ രണ്ടാളും തന്നെ അല്ലേ അതിനൊരു തട്ടും തടസ്സം പറയലേ. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ ഇങ്ങക്ക് തന്നെ അത് തോന്നി. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്ക് ഏക മാറേ ആ സമയമാവുമ്പോ അത് ആ കാര്യത്തിൽ വന്ന് വിഗന്നെ ചിരിച്ചു. അല്ല സെൽമുവോ, എന്തായി? എത്ര ആൾക്കാർ അവിടെ നിന്ന് വരുന്ന മറ്റോ പറഞ്ഞു കുഞ്ഞോളെ? അനക്കൊന്ന് വിളിച്ചു വെക്കായിരുന്നില്ലേ? ഓര് ചെക്കൻ്റെ പെരക്കാരും പിന്നെ ആരിസിൻ്റെ അമ്മായി ഉണ്ടാവുമെന്നാ പറഞ്ഞത്. വേറെ ആരും കേട്ടൊന്നും പറഞ്ഞു കേട്ടില്ല. സെൽമോ, പെണ്ണിന് നാളെ ഇടാന് ഡ്രസ് വാങ്ങണ്ടേ? എന്റെ കണ്ണട ഇവിടെ. അവിടെ അവിടെ നാളെ എടുക്കാൻ ഇപ്പൊ ഡ്രസ് വാങ്ങണ്ടേ? എന്ത് ഡ്രസ്സ് എടുക്കണേ? ഇതൊരു പെണ്ണാണല്ലേ. പെണ്ണാണെന്ന് വെച്ചിട്ട് ഇപ്പോൾ ആരും അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കുകയൊന്നുമില്ല. മാത്രമല്ല, ഒരു പെണ്ണാണല്ലോ നടന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കല്യാണം നടക്കുമല്ലോ എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അതൊക്കെ മതി. ഈ ചെന്ത് വർത്താനം എൻ്റെ സെൽമോ ഈ പറഞ്ഞത്. ഇതിപ്പോൾ എല്ലായിടത്തുള്ള പോലെ സാധാരണ ഒരു പെണ്ണാണല്ലൊന്നല്ലല്ലോ. ഇതിപ്പോൾ ആദ്യം തന്നെ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കാനും പിടിക്കാനും ഒന്നുമില്ല. ഒക്കെ നമ്മൾ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചറിഞ്ഞത് തന്നെയല്ലേ. പിന്നെ നമ്മുടെ കുട്ടീനെ ഓൾക്കൊക്കെ നല്ലോണം ബോധ്യമാവും ചെയ്തിക്കണ്. ഇനിയിപ്പോ പേരിനൊരു പെണ്ണാണല്ലേ, അത്രയല്ലേ ഉള്ളൂ. ശരി, ഒറ്റ കല്യാണല്ലേ ഉണ്ടാവുള്ളൂ. അവൾക്ക് എന്താ വേണ്ട വെച്ചാല് ഡ്രസ്സോ സാധനങ്ങൾ എന്താ വേണ്ട വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആവശ്യത്തിന് അപ്പുറമുള്ള ഡ്രസ്സുകൾ വളരെ തന്നെ ഉണ്ട്. എന്തിനാ വെറുതെ തോനെ വാങ്ങി കൂട്ടണതൊക്കെ? ഇപ്പം ഉള്ളതൊക്കെ മതി. ഇനി പിന്നെ വേണമെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുക്കാം. അല്ല, ഇനി റിയമോളെ വിളിച്ചാ നമുക്ക് ഓളയും കൂട്ടിയിട്ടേ ഡ്രസ് എടുക്കാനൊക്കെ പോവാ. അല്ലേ വേണ്ട, ഞാൻ തന്നെ വിളിച്ച. റിയമോളെ, റിയമോളെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടേ ഈ പറഞ്ഞത്? ഒരു പെണ്ണാണല്ലോണ്ട് ഇപ്പോൾ എല്ലാതും അങ്ങോട്ട് നിങ്ങൾ തീരുമാനിക്കാന്ന് വിചാരിക്കുക. പെണ്ണാണല്ലോ എല്ലാത്തിൻ്റെ തുടക്കം മാത്രമാണ്. അത് കഴിഞ്ഞാലും വേണ്ടേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനും ചോദിക്കാനും ഒക്കെ. പിന്നെ ഇതിപ്പോൾ നമുക്കെല്ലാവർക്കും പറ്റിയതുകൊണ്ട് ആയില്ലല്ലോ. ഓൾക്കും ഉണ്ടാവൂലേ ഓരോ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ. അതും വേണമല്ലോ.